കലോത്സവത്തിന്റെ മുഖ്യവേദിയായ വിക്രം മൈതാനിയിലെ പ്രധാന ആകർഷണം തല ഉയർത്തി നിൽക്കുന്ന ഗിറ്റാർ കൊടിമരമാണ്. നോക്കാം കൊടിമരത്തിന്റെ പിന്നിലുള്ള കഥ. 20 അടി ഉയരവും 10 അടി വീതിയും ഏകദേശം 200 കിലോ ഭാരവുമുള്ള ഗിറ്റാർ അതിരാണിപ്പാടത്തിന്റെ അഴകാണ്. 60-ലധികം വർഷം പഴക്കമുള്ള കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു കൊടിമരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പന്തീരങ്കാവ് സ്വദേശി പരാഗാണ് ഈ ഗിറ്റാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ അധ്യാപക സംഘടനയായ KSTU ആണ് ഈ ഒരു വർക്ക് എന്നെ ഏൽപ്പിക്കുന്നത്. കാരണം അവർ പറഞ്ഞത് കേരളത്തിൻ്റെ തനിമയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നായിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ യുവജനോത്സവം കോഴിക്കോട് നടക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായ കൊടിമരം വേണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഈ ഒരു ഗിറ്റാറിൻ്റെ രൂപത്തിലുള്ള ഈ ഒരു കൊടിമരം ഞാൻ ചെയ്തത്. ഈ ഒരു ഗിറ്റാർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇല്ലാതെയാണ് ഈ ഒരു സാധനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം പ്ലൈവുഡ്, അതുപോലെ ഇരുമ്പ്, അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. കേരളം മൊത്തം ഈ ഒരു സാധനം ഏറ്റെടുത്ത് ഇതൊരു സെൽഫി പോയിൻ്റായി മാറി എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ പ്രകൃതിക്ക് ഉതകുന്ന രീതിയിലുള്ള ശില്പങ്ങളാണ് പരാഗ് നിർമ്മിക്കുന്നത്. തുടർന്നുള്ള കലോത്സവങ്ങളിലും ഇത്തരത്തിൽ വ്യത്യസ്തമാർന്ന കാഴ്ചകൾ ഒരുക്കുകയാണ് ഈ ഗിറ്റാറിലൂടെ കലോത്സവ സംഘാടക സമിതി ലക്ഷ്യമിടുന്നത്. പരാഗിന്റെ കൈകളിനി വിശ്രമമില്ലാതെ പ്രവർത്തിക്കട്ടെ. വിക്രം മൈതാനത്ത് തല ഉയർത്തി നിൽക്കുന്ന ഗിറ്റാറിനെ പോലെ ഇനിയും അനേകം നിർമ്മിതികൾ ഉയരട്ടെ. ടീം കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.